രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾക്കിടെ കൊച്ചിയിൽ ചേർന്ന NCP നേതൃയോഗം സമാപിച്ചു. AK ശശീന്ദ്രൻ പക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും യോഗത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് കെ തോമസിനെയും ക്ഷണിച്ചിരുന്നില്ല. ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലേബി സജീന്ദ്രൻ, കൊച്ചിയിലെ NCP നേതൃയോഗത്തിൽ എന്തൊക്കെ ചർച്ചയായി? ശശീന്ദ്രൻ പക്ഷം പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. സുജയ, പൂർണ്ണമായും AK ശശീന്ദ്രൻ പക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഈ 16 അംഗ ഭാരവാഹികളുടെ യോഗത്തിൽ ഏതാണ്ട് 9 പേരാണ് AK ശശീന്ദ്രൻ പക്ഷത്ത് നിന്നുള്ളത്. ഇതിൽ 2 പേർ സസ്പെൻഷനിലാണ്. ബാക്കി 7 പേരും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും യോഗമാണ് വിളിച്ചത്. ട്രഷററും ഉണ്ടായിരുന്നു. ഇതിൽ ശശീന്ദ്രൻ പക്ഷത്തു നിന്നുള്ളവർ പൂർണ്ണമായി വിട്ടുനിന്നതോടുകൂടി ഒരു പക്ഷത്തെ ചർച്ചകളാണ് ഇന്ന് നടന്നത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിവിടെ നടന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളായിരുന്നു NCPക്ക് ഉള്ളിൽ നടന്നിരുന്നത്. കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ അറിയിച്ചിരുന്നത് ഇനി വിഭാഗീയതൊന്നും ഉണ്ടാകില്ല, ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ്. അതിനെ തുടർന്ന് വയനാട് ജില്ലാ പ്രസിഡന്റിനെ മാറ്റുന്നു, തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റുന്നു. അത്തരത്തിലുള്ള പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ തുടരുകയായിരുന്നു. അതിനൊടുവിലാണ് തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടുന്നതിലേക്കൊക്കെ വന്നത്. ഇക്കാര്യത്തിൽ 2 പക്ഷത്തിനും കൊടുക്കാത്ത സാഹചര്യം വന്നാൽ ഈ ഓഫീസ് PC ചാക്കോയുടെ പേരിലുള്ളതാണ്, സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷന് ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് അടച്ചുപൂട്ടി താഴിട്ടുകൊള്ളാൻ DGPക്ക് നിർദ്ദേശം അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നിട്ടുള്ളത്. ഈ വിഭാഗീയത തന്നെയാണ് സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നത്. അല്പസമയത്തിനകം നമ്മളിപ്പോൾ NCP ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. അല്പസമയത്തിനകം സംസ്ഥാന അധ്യക്ഷൻ പുറത്തേക്ക് വരും. ഏതായാലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ നൽകിയത്. ഭിന്നത രൂക്ഷമായിരിക്കുന്നു, ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നു. അതാണ് NCPയിൽ സംഭവിക്കുന്നത്.